രാഹുൽ ഗാന്ധി പറഞ്ഞത് വെറും രാഷ്ട്രീയക്കാരന്റെ കുശാഗ്ര ബുദ്ധി മാത്രമാണെന്ന് എഴുതി തള്ളിയവർക്ക് തെറ്റി. ഇത് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട കാര്യങ്ങൾ സത്യമെന്ന് തെളിയിക്കുന്ന ആദ്യ തെളിവ് കിട്ടിയിരിക്കുകയാണ്. കേരളത്തിലെ ഒരു വാർത്താ മാധ്യമ സ്ഥാപനമാണ് രാഹുലിന്റെ ആരോപണങ്ങളിൽ സത്യം തേടിപ്പോയത്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ച രാഹുൽ ഗാന്ധി നടത്തിയ ഗുരുതര ആരോപണങ്ങൾക്ക് പിന്നാലെ മഹാദേവപുര മണ്ഡലത്തിൽ എത്തിക്കൊണ്ട് വാർത്താസംഘം രാഹുൽ പറഞ്ഞതാണ് ശരിയെന്ന് അടിവരയിടുകയാണ്. മണ്ഡലത്തിൽ നടത്തിയ അന്വേഷണത്തിൽ നിർണായക വിവരങ്ങളാണ് ലഭിച്ചത്. ഒരു മുറിയിൽ നിന്ന് മാത്രം 80 വോട്ടർമാർ എന്നായിരുന്നു രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണം. മഹാദേവപുരയിലെ മുനി റെഡ്ഡി ഗാർഡനിലെ ലൈൻ മുറികളിലാണ് രാഹുൽ ആരോപിച്ച ഈ ക്രമക്കേട് നടന്നിരിക്കുന്നത്. 40 ലൈൻ മുറികളുള്ള ഇവിടെ 35ാമത്തെ നമ്പർ മുറിയിലാണ് വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികൾ അടക്കം നിരവധി പേർ താമസിക്കുന്ന കെട്ടിടമാണിത്. നിലവിൽ 35ാം നമ്പർ മുറിയിൽ 2 പേര് മാത്രമാണ് താമസം. നിരവധി ആളുകൾക്ക് ഇടയ്ക്കിടെ മുറിയിൽ മാറി താമസിക്കാറുണ്ട് എന്നാണ് കെട്ടിട ഉടമ പറയുന്നത്. എങ്കിലും 2-3 പേർക്ക് മാത്രം കഷ്ടിച്ച് താമസിക്കാവുന്ന ഈ മുറിയിൽ നിന്നും എങ്ങനെ 80 പേർ വോട്ടർ പട്ടികയിൽ വന്നു എന്നത് വ്യക്തതയില്ല. നേരത്തെ താമസിച്ചിരുന്നവരുടെ പേരുകളായിരിക്കാം ഈ കെട്ടിട നമ്പർ ഉണ്ടായിരിക്കുക എന്നാണ് കെട്ടിടം നോക്കി നടത്താൻ ചുമതലപ്പെട്ട ആൾ പറയുന്നത്. രാഹുൽ ഉന്നയിച്ച ക്രമക്കേടുകളെ സാധൂകരിക്കുന്നതാണ് ഈ ലഭിച്ച വിവരങ്ങൾ. മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ വലിയ ക്രമക്കേട് നടന്നു എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. ഒരേ വിലാസത്തിൽ 80 വോട്ടർമാർ ഇവിടെയുണ്ട് എന്നതായിരുന്നു രാഹുലിന്റെ ആരോപണം. 4 ബൂത്തുകളിൽ വരെ വോട്ടുള്ള വോട്ടർമാർ, പല സംസ്ഥാനങ്ങളിൽ വോട്ടുള്ളവർ, വ്യാജവിലാസമുള്ള നിരവധി പേർ, ഫോട്ടോകളില്ലാത്ത വോട്ടർമാർ, പുതിയ വോട്ടർമാർക്കുള്ള ഫോം 6 ദുരുപയോഗം ചെയ്തവർ എന്നിങ്ങനെ നിരവധി ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. വാർത്താ സമ്മേളനത്തിന് പിന്നാലെ കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുൽ ഗാന്ധിക്ക് കത്തും അയച്ചിരുന്നു. പേരുകൾ സഹിതം നൽകണമെന്നും വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായവരുടെയും അനർഹമായി ഉൾപ്പെട്ടവരുടെയും പേരുകൾ ഒപ്പിട്ട സത്യപ്രസ്താവനയ്ക്കൊപ്പം പങ്കുവെക്കണമെന്നുമാണ് കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുലിനോട് ആവശ്യപ്പെട്ടത്. താനൊരു രാഷ്ട്രീയക്കാരനാണെന്നും ജനങ്ങളോട് പറയുന്നത് എന്താണോ അതാണ് തന്റെ വാക്കെന്നുമായിരുന്നു കത്തിന് രാഹുൽ ഗാന്ധി നൽകിയ മറുപടി. രാഹുൽ ഗാന്ധി അന്ന് പുറത്തുവിട്ട ആ തെളിവുകൾ ഒന്നുകൂടി കാണാം. Either an address that doesn't exist, you go look for it, it's not there, or the address is 0, house number 0 or street number 0, or then the address cannot be verified. These are 40,000 voters. Okay? Next, here is house number 35. 80 voters live in this house. We sent people to check. They got beaten up. These 80 people live in this house. It's a single story, single room house. Here's another one. Booth number 366. Thoda isme zoom in karo. 46 voters, all from different families, living in a single bedroom house. And when we go there, they don't exist. Zoom out. So that's a single bedroom. 46 voters living there. Same thing there, 80 voters living there. No sign of their existence. When we go there, we're threatened. Our people go there, they're threatened. Take video, they're threatened. Okay, next. Here is 68 voters in a brewery, commercial establishment. Nobody lives there. Right? And when we go and ask them, where are these people? Who are these people? Nothing. We don't know. Never heard of them. Zoom in. And that's fake and invalid addresses. You can see. These are names. These are all names. All lies. Total lies.